സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ ആഘോഷിച്ച് വിശ്വാസികൾ. ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും പെരുന്നാൾ നമസ്കാരം നടക്കുന്നു. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിന്റെ നിറവോടെയാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേണുക രാജേന്ദ്രൻ ചേരുന്നുണ്ട്. രേണുക, അവിടെ കലൂർ സ്റ്റേഡിയത്തിൽ നിസ്കാരമൊക്കെ പൂർത്തിയായോ? പ്രത്യേക പ്രാർത്ഥനകളിലേക്കൊക്കെ കടന്നോ? എങ്ങനെയാണ് വിവരങ്ങൾ? കാളിദാസ്, ഇവിടുത്തെ പ്രത്യേക പ്രാർത്ഥനകളും അതോടൊപ്പം തന്നെ ഈദ്ഗാഹുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ചടങ്ങുകളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്, പ്രഭാഷണമെല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ആലിംഗനമൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടെ തന്നെ എല്ലാ വിശ്വാസികളും വീട്ടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഈദ് ആശംസകൾ അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിനെ പറ്റിയുള്ള ഒരു സന്തോഷം പങ്കുവയ്ക്കുകയാണ്. വളരെ സന്തോഷമാണ്. കാരണം ഒരു 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം കഴിഞ്ഞ് ഇന്ന് സത്യവിശ്വാസികളായ എല്ലാവരും തന്നെ, ലോകം മുഴുവനും ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി തന്നെ പെരുന്നാൾ കൊണ്ടാടുന്നൊരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാവർക്കും, ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും, വിശിഷ്യ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ എല്ലാവർക്കും ചെറിയ പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. സമാധാനം പുലരട്ടെ, ശാന്തി പുലരട്ടെ, എല്ലാവരും സമാധാനത്തോടെ സ്വസ്ഥമായ ജീവിതം നയിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ലഹരിക്കെതിരെ എന്നുള്ളൊരു രീതിയിൽ തന്നെ എല്ലാ പള്ളികളിലും അല്ലെങ്കിൽ എല്ലാ വിശ്വാസികളും ഇന്ന് എല്ലാ ഈദ്ഗാഹുകളിലും അതുപോലെ തന്നെ എല്ലാ പള്ളികളിലും ലഹരിക്കെതിരെയുള്ള പ്രഖ്യാപനം ഇന്നിവിടെ നടന്നതുപോലെ എല്ലാ സ്ഥലങ്ങളിലും അതിനെതിരെയുള്ളൊരു പ്രഖ്യാപനവും പ്രതിജ്ഞയും ഇന്ന് നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സമാധാനമുണ്ടാക്കുന്ന കാര്യമാണ് എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അപ്പം ചെറിയ പെരുന്നാൾ ദിനത്തിൽ തന്നെ ലഹരിക്കെതിരെ എല്ലാ വിശ്വാസി സമൂഹങ്ങളും ഒത്തൊരുമയോട് തന്നെ ഒരു സ്നേഹ സൗഹാർദ്ദത്തിന് അല്ലെങ്കിൽ ജാതിമത ഭേദമന്യേ എല്ലാ വിശ്വാസികളും ഒത്തുചേരുകയും ആലിംഗനം ചെയ്യുകയും, ഇതാണ് ഈ ഒരു ഈദിൻ്റെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ചെറിയ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വേണം പറയാൻ. കാരണം ഈദ്ഗാഹുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു കെട്ടിപ്പിടിക്കുകയും അതോടൊപ്പം തന്നെ ആലിംഗനമൊക്കെ ചെയ്ത് മതസൗഹാർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ സാഹോദര്യത്തിൻ്റെ ഒരു സ്നേഹ നിമിഷമാണ് ഈദ് പെരുന്നാളിൻ്റെ ഏറ്റവും വലിയൊരു വിശേഷം എന്ന് പറയുന്നത്. എല്ലാവരും വീടുകളിലേക്ക് പോകാനുള്ള സന്തോഷത്തിലാണ്. അതോടൊപ്പം തന്നെ ഈദ് പെരുന്നാൾ ഈദ് ആശംസകൾ നന്നായിരുന്നു. ഇത് എന്തായാലും എന്താ പറയുക, എല്ലാം നന്നായി കഴിഞ്ഞു. സന്തോഷം. താങ്ക് യു. ഞങ്ങൾ ആഘോഷിക്കുകയാണ് 30 ദിവസം വ്രതത്തിന് ശേഷം. അത്രയൊക്കെ തന്നെയുള്ളൂ. സന്തോഷം. വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ? അങ്ങനെ എന്താ പറയുക, സാധാരണ ഒരു പത്തിരി ഇറച്ചി അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. ഓഫ് കോഴ്സ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗദർ ആണല്ലോ ഒന്ന്. അപ്പോൾ അതെന്തായാലും ഞങ്ങൾ ആഘോഷിക്കും തീർച്ചയായിട്ടും. താങ്ക് യു. എല്ലാ കുടുംബക്കാരും ഇന്ന് ഒത്തൊരുമിച്ചുള്ളൊരു ദിവസം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ഇന്ന് ഒത്തുകൂടും, ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയൊന്നും ഞങ്ങളങ്ങനെ എന്താ പറയുക ഇന്നൊന്ന് ആഘോഷിക്കും തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. പുതുക്കോടിയൊക്കെ എടുത്തായിരുന്നു? പുതുക്കോടിയൊക്കെ എടുത്തായിരുന്നു. ഇത് എല്ലാവർക്കും ഈദാശംസകൾ. കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഈദാശംസകൾ. പ്രത്യേകം ഈ ലഹരി വിരുദ്ധ പ്രസ്താവന നിങ്ങൾ എല്ലാവർക്കും എത്തിക്കണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അതിൽ മുൻകടന്നു വരണം. ഞങ്ങളുടെ ഇമാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഓക്കെ. അതോടൊപ്പം തന്നെ ഈദിനെ പറ്റി ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ പെരുന്നാളിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മാസത്തെ അല്ലെങ്കിൽ 29 ദിവസത്തെ ഒരു നീണ്ട വ്രതത്തിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി തന്നെ, അല്ലെങ്കിൽ ഏറ്റവും ഇമാമ് പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ 2 സന്തോഷം നിറഞ്ഞ കാര്യങ്ങളാണ്. അതായത് പെരുന്നാൾ ആഘോഷിക്കുക എന്നുള്ളൊരു സന്തോഷവും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഭക്ഷണം, നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെ ഭക്ഷണം എല്ലാവരിലേക്കും എത്തിക്കുക എന്നൊരു കാര്യങ്ങളുണ്ട്. സർ, അതോടൊപ്പം തന്നെ ചെറിയ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ? ചെറിയ പെരുന്നാളിൻ്റെ സന്തോഷവും എല്ലാമാണെന്ന് ഖുത്ബയിൽ സൂചിപ്പിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ അർത്ഥത്തിലും സമർപ്പണത്തിൻ്റെയും, എല്ലാ അർത്ഥത്തിലും സാഹോദര്യത്തിൻ്റെയും, ദൈവീക സമർപ്പണത്തിൻ്റെയും സന്ദേശമാണ് യഥാർത്ഥത്തിൽ പെരുന്നാൾ. ദൈവിക നിയമങ്ങളനുസരിച്ച് മനുഷ്യൻ ജീവിതത്തെ പരിവർത്തിപ്പിക്കുമ്പോഴാണ് ലോകത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. ആ സമാധാനം സാധ്യമാകണമെങ്കിൽ ദൈവികമായ മാർഗദർശനത്തിലേക്ക് മടങ്ങാം. ദൈവമെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ മാത്രം ദൈവമല്ല, മറിച്ച് ലോകത്ത് മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ശക്തിയിൽ എല്ലാവർക്കും വിശ്വാസമുണ്ട്. ആ ഏകനായ സൃഷ്ടാവിലേക്ക് തിരിച്ചു വരലാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. അതുവഴി നമുക്ക് മോക്ഷവും സ്വർഗവും സാധ്യമാവും. അതാണ് പെരുന്നാളിൻ്റെമായി സൂചിപ്പിക്കാനുള്ളത്. എല്ലാവർക്കും ഒരു പെരുന്നാൾ ആശംസകൾ. തീർച്ചയായും ഖുത്ബയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ സഹോദരി സഹോദരങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്.
നമ്മുടെ നന്മകളെല്ലാം ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലുള്ള ഐക്യവും സ്നേഹവും സാഹോദര്യവും കെട്ടുറപ്പും എല്ലാം ലോകങ്ങളുടെ നാഥൻ നിലനിർത്തി തരുമാറാകട്ടെ. ഈ ജനാധിപത്യ മൂല്യങ്ങളും മതനിരപേക്ഷ സമൂഹം എന്ന നിലയിൽ നമ്മൾ ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ മഹാരാജ്യം അഭിമാനത്തോടെ ജ്വലിച്ചു നിൽക്കുകയാണ്. ആ നന്മയിൽ എന്നും ലോകത്ത് അഭിമാനത്തോടെ ഉയർന്നു നിൽക്കാൻ ഇന്ത്യ മഹാരാജ്യത്തെ ഈ രാജ്യത്തെ സഹോദരങ്ങളെ മുഴുവൻ ജനങ്ങളെയും ലോകങ്ങളുടെ നാഥൻ പരിഗണിക്കുമാറാകട്ടെ. എല്ലാവർക്കും എൻ്റെയും കേരള വിഷൻ ന്യൂസിൻ്റെയും ചെറിയ പെരുന്നാൾ ആശംസകൾ കൂടെ. അപ്പം കാളിദാസ്, ഒരു നല്ല രീതിയിൽ തന്നെ ചെറിയ പെരുന്നാൾ ഇന്ന് അവസാനിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം എല്ലാവരും വീട്ടിൽ പോകാനുള്ള തിരക്കിലാണ്. കുടുംബക്കാരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസമാണ്. എല്ലാവരും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു ദിവസമായി മാറുന്നു. ഒരു മധുരം നിറഞ്ഞ ഒരു ദിവസം എന്ന് വേണം പറയാൻ. കാരണം എല്ലാവരും ഒരു കൂട്ടും കുടുംബമായി കൂടുന്നു. ബന്ധുക്കളും അതോടൊപ്പം തന്നെ കുട്ടികൾ മുതൽ എല്ലാവരും ജോലിയും എല്ലാം മാറ്റിവെച്ച് ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ദിവസം വളരെ ഒരു മികച്ചൊരു ദിവസം എന്ന് വേണം പറയാൻ. കാരണം എല്ലാവരും ഒത്തുകൂടുന്നു, ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ഒരു ദിവസം. കാരണം ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയൊരു ഐക്യം എന്ന് പറഞ്ഞത് തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ഈദ്ഗാഹ് കണ്ടപ്പോൾ പോലും നമ്മൾ ഫോൺ എപ്പോഴും ഉപയോഗിക്കുന്നവരായിരിക്കും. പക്ഷേ ഈ ഈദ്ഗാഹ് സമയത്ത് ഒരു വ്യക്തി പോലും ഫോൺ ഉപയോഗിച്ചിട്ടില്ല. കാരണം മനസ്സും ശരീരവും ഒരേപോലെ ദൈവത്തിലേക്ക് അർപ്പിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് നമുക്ക് ഫോണോ മറ്റു കാര്യങ്ങളോ ഒന്നും പാടില്ല. അത് തന്നെയാണ് രേണുക, ഈ ഒരു ശവ്വൽ മാസപ്പിറ കണ്ടതിന് ശേഷം പിന്നീടുള്ള ആ ഒരു തക്ബീർ വിളികൾ എന്ന് പറയുന്നത് അതിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ദൈവമേ നീ എത്ര വലിയവൻ എന്നുള്ളത് ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്ന ഒരു കാഴ്ച കൂടി. അത് ശ്രവിക്കുക, അത് കേൾക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ, ഗാഠമായ ആലിംഗനം നൽകുക, കവിളോട് കവിൾ ചേർത്ത് 3 വട്ടം ആലിംഗനം നടത്തുക എന്നൊക്കെ പറയുന്നത് ആ ഒരു കാഴ്ച തന്നെ എത്രത്തോളം നയനസുന്ദരമാണ്, അല്ലെങ്കിൽ ശ്രവ്യസുന്ദരമാണ് ആ ഒരു തക്ബീർ വിളികൾ ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് ഈ ഒരു ചെറിയ പെരുന്നാളിനെ അത്രത്തോളം മനോഹരമാക്കുന്നത്. എന്നിരുന്നാലും ആ ഒരു ഈദ്ഗാഹും അതോടൊപ്പം തന്നെ പ്രത്യേക പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ലഹരിക്കെതിരെ വലിയ രീതിയിലൊരു സന്ദേശം കൂടി ഓരോ ഈദ്ഗാഹുകളും ഓരോ മസ്ജിദുകളും നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. രേണുക രാജേന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേർന്നത്.